ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൾസ് പോളിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകി ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച രോഗപ്രതിരോധ പ്രവർത്തനമാണ് പൾസ് പോളിയോ. പൾസ് വാക്സിനേഷൻ പ്രോഗ്രാം, പോളിയോമൈലൈറ്റിസ് കേസുകൾ നിരീക്ഷിക്കൽ എന്നിവയിലൂടെ ഈ പദ്ധതി പോളിയോയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്നു. പോളിയോ വാക്സിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു നിശ്ചിത രോഗത്തിനെതിരെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ജീവക്കൂട്ടാണ് വാക്സിൻ എന്ന് ഒറ്റവാക്കിൽ നിർവചിക്കാം. രോഗാണുവിനെ നശിപ്പിക്കാൻ രോഗാണുക്കളെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് വാക്സിനേഷൻ്റെ തത്വം. അത് പോളിയോ വാക്സിനായാലും കോവിഡ് വാക്സിനായാലുമെല്ലാം അടിസ്ഥാന തത്വത്തിൽ മാറ്റമൊന്നുമില്ല. വായിലൂടെ വയറിലെത്തി രക്തത്തിൽ കടന്ന് കേന്ദ്രനാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും ബാധിക്കുന്ന ശരീരവൈകല്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന രോഗ അവസ്ഥയാണ് പോളിയോ. നൂറ്റാണ്ടുകളോളം ലോകം അഭിമുഖീകരിച്ച ഈ വെല്ലുവിളിക്ക് അന്ത്യം കുറിച്ചത് ജോണസ് സാൽക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പോളിയോക്കെതിരായ വാക്സിൻ 1952 കണ്ടെത്തുകയും 1955 ഏപ്രിൽ 12 അതേക്കുറിച്ച് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ജോണസ് സാൽക്ക് കണ്ടുപിടിച്ചത് കുത്തിവെക്കാവുന്ന പ്രതിരോധ മരുന്നായിരുന്നെങ്കിൽ 1957 ആൽബർട്ട് സാബിൻ എന്ന ശാസ്ത്രജ്ഞൻ വായിൽ കൂടി കഴിക്കാവുന്ന പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുകയും 1962 ലൈസൻസ് നേടുകയും ചെയ്തു. ഇതോടെ പോളിയോക്കെതിരായ പോരാട്ടത്തിൽ ലോകം പുതിയ ദിശയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. 1978 ഇന്ത്യയിൽ പോളിയോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. EPA എന്നായിരുന്നു ഈ പ്രതിരോധ പ്രവർത്തനത്തിന് നാമകരണം ചെയ്തത്. 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമും ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടന 1988 നടപ്പിലാക്കിയ ഗ്ലോബൽ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തെ തുടർന്ന് 1995 100% ഫലം ലക്ഷ്യമിട്ടുകൊണ്ട് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനോടൊപ്പം ഇന്ത്യയിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ പദ്ധതിയും ആരംഭിച്ചു. എന്തിനാണ് എല്ലാവർക്കും ഒരേ ദിവസം പോളിയോ തുള്ളിമരുന്നുകൾ നൽകുന്നത്? ആർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണിത്. എന്താണ് ഇതിനുത്തരമെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പോളിയോ ബാധിക്കുന്നത് പ്രധാനമായും 5 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണെന്നും മനുഷ്യൻ്റെ ശരീരത്തിൽ മാത്രമേ പോളിയോ രോഗാണുവിനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരേ ദിവസം തുള്ളിമരുന്ന് നൽകുന്നതിലൂടെ എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധം ഉറപ്പുവരുത്തുകയും രോഗാണുവിനെ നിലനിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. മാത്രമല്ല, എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം ഒറ്റ ദിവസം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇത് വ്യാപകമായ ശ്രദ്ധ ക്ഷണിക്കുന്നതിനിടയാക്കുകയും ഉദ്ദേശലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്യും. പോളിയോ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തില്ലേ? ഇനി എന്തിന് വാക്സിനേഷൻ എടുക്കണം? അടുത്തു വരാവുന്ന വേറൊരു ചോദ്യമാണിത്. പലരും ചോദിക്കുന്ന പൊതുവായ ചോദ്യങ്ങളിൽ ഒന്നാണിത്. പോളിയോ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ഇപ്പോഴും പോളിയോ ബാധ ഉണ്ട്. ചൈനയിൽ ഉടലെടുത്ത കോവിഡ് ലോകമെങ്ങാനും എത്തിയതുപോലെ പോളിയോ രോഗാണു സംക്രമിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു.
ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ഈ രാജ്യങ്ങളിലുള്ളവരെല്ലാം ഇടപഴകി ജീവിക്കുന്നതിനാലും രാജ്യാന്തര യാത്ര നടത്തുന്നവർ ധാരാളമുള്ളതിനാലും ഭയപ്പെടേണ്ട സാഹചര്യം പിന്നിട്ടു കഴിഞ്ഞു എന്ന് പറയാനായി നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുൻകരുതൽ നിർബന്ധമാണ്. പോളിയോ വാക്സിൻ കൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടാവുമോ? വലിയ പാർശ്വഫലങ്ങൾ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നു മാത്രമല്ല, ഇതുകൊണ്ടുള്ള നേട്ടം എത്രയോ വലുതാണെന്ന് വിസ്മരിക്കാനും സാധിക്കില്ല. ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി പോളിയോ തുള്ളിമരുന്ന് ലഭിച്ചവർ വീണ്ടും എടുക്കേണ്ടതുണ്ടോ? ഒരേ ദിവസം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പിൽ വാക്സിൻ എടുത്തവർക്കും ഈ ദിനത്തിൽ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ല. പൾസ് പോളിയോ ബൂത്ത് 2 തുള്ളി പോളിയോ തുള്ളിമരുന്ന് 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും നൽകുകയാണ്. പോളിയോ ദിനം അടുത്തതായി വരുന്നത് 2025 ഒക്ടോബർ 12 ഞായറാഴ്ചയാണ്. ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി നിലനിർത്താനുള്ള ഈ യജ്ഞങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഒക്ടോബർ 12 ഞായറാഴ്ചയാണ് പോളിയോ ദിനം. എല്ലാവരും 2 തുള്ളി പോളിയോ മരുന്ന് 5 വയസ്സിൽ താഴെയുള്ള നമ്മുടെ മക്കൾക്ക് നൽകാനായി ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഏവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിമർശനങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.